ആരെങ്കിലും മരിച്ചാൽ നമുക്ക് വരുന്ന ആ ഒരു ദുഃഖം ഉണ്ടല്ലോ, ആ വിഷമം ഉണ്ടല്ലോ, ആ സമയത്തും പലപ്പോഴും പല ആൾക്കാരുടെയും ബ്രെയിന് വർക്ക് ചെയ്യാറില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മരിച്ച വീട്ടിലൊക്കെ, മരണം നടന്ന വീട്ടിൽ പോവുകയാണെങ്കിൽ ചില ആൾക്കാർ എല്ലാ പണിയും എടുത്ത് നടക്കുന്നുണ്ടാവും, ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ലോസ്റ്റ് ആയിരിക്കും, അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ ഹൈജാക്ക് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റിയെന്നും വരില്ല. പേരൻസിൻ്റെയും കിഡ്സിൻ്റെയും കേസിൽ യു ആസ് ദാറ്റ് കുട്ടികൾക്ക് ദേഷ്യം വരുമ്പോൾ അതൊരു ക്രൈ ഫോർ ഹെൽപ്പ് ആണോ? ഈ ഏജിൽ, ടീനേജിൽ ഉണ്ടാവുന്ന പിള്ളേർക്ക് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ആവുന്നത് കൊണ്ടും അവർക്ക് ലൈഫിൽ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടില്ലാത്തത് കൊണ്ടും അഡൾട്ട്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ വാക്കുകളും കുട്ടികൾക്ക് അറിയണമെന്നില്ല. അപ്പോൾ പലപ്പോഴും അവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇത് എക്സ്പ്രസ് ചെയ്യാൻ തന്നെ അറിയണമെന്നില്ല. എങ്ങനെയാണ് ഇത് പറയാം, എനിക്ക് ദേഷ്യം വരുന്നു അല്ലെങ്കിൽ ഇതാണ് ദേഷ്യം എന്ന് മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റി പോലും ആ കുട്ടിക്ക് ചിലപ്പോൾ ഡെവലപ്പായി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നെങ്കിൽ അത് ലാക്ക് ഓഫ് ലാംഗ്വേജ് എബിലിറ്റി ആവാം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് കൺട്രോൾ ആവാം. ഇതെങ്ങനെ എൻ്റെ ശരീരത്തിൽ വരുന്ന ഈ ഡിസ്കംഫർട്ട്, ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താ, ശരീരത്തിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, റൈറ്റ്? അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക, അതെന്താ അതിനെ കൊണ്ട് ചെയ്യേണ്ടതെന്നും കുട്ടികൾക്ക് അറിയില്ല.